ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ആൾക്കാർക്ക് വീണ്ടും 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 ഡൗട്ടുകളാണ്. അപ്പോൾ പിന്നെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ്, ഒരു സബ്സ്ക്രൈബറല്ല 2-3 പേര് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, GNMസിന് വാക്കൻസി കിട്ടുമോ, ഫ്രഷർ ആയിട്ടുള്ള GNMസിന് വാക്കൻസി കിട്ടുമോ, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യും GNMs, അല്ലെങ്കിൽ ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു GNMസിന് വേക്കൻസി കിട്ടും, പക്ഷേ നിങ്ങൾക്ക് ലൈസൻസ് വേണം. ഇപ്പോൾ വിത്തൗട്ട് ലൈസൻസിൽ എവിടെയും തന്നെ എടുത്തു വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ GNMs അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ UAയിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇതിൽ തന്നെ വരിക. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, DH അല്ലെങ്കിൽ DOH ഓർ MOH എവിടെയാണോ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു പ്രോമെട്രിക് എക്സാമിന് വേണ്ടി പഠിച്ച് എക്സാം എഴുതി നിങ്ങൾ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്ത് എലിജിബിലിറ്റി എടുത്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് അറ്റസ്റ്റേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാം. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഉറപ്പായും പറ്റും നാട്ടിൽ നിന്ന്. ബട്ട് മച്ച് ബെറ്റർ എന്ന് പറയുന്നത് UAയിൽ വന്നിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ UAയിലെ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ട് പ്രോപ്പറായിട്ട് UAയിൽ വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മോർ ചാൻസ് കൂടുതൽ. കമ്പയറിങ് ടു നാട്ടിലാവുമ്പോൾ നമുക്ക് അവർ വിളിക്കുമ്പോഴോ അല്ല നിങ്ങൾ നാട്ടിലാണെന്നുള്ളൊരു സ്റ്റാറ്റസ് ആവുമ്പോൾ നിങ്ങൾക്ക് ജോലി ഓഫർ കിട്ടാനായിട്ട് വളരെ ലെസ്സായിരിക്കും. അപ്പോൾ അവർ അത്രയും നിങ്ങൾ എടുക്കില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഉള്ളവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. കുറേ പേര് അന്വേഷിച്ച് നടക്കും. ഇപ്പോഴും ജോലി കിട്ടാണ്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ള നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അവർ വിളിക്കത്തില്ല നാട്ടിലാന്നുള്ളത്. അപ്പോൾ ബെറ്റർ നിങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം UAയിൽ വരിക, വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അന്വേഷിക്കുക. എങ്ങനെ അന്വേഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നടന്നു പോയി അന്വേഷിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ഹോസ്പിറ്റലും കാര്യങ്ങളും ഡയറക്റ്റ് CV അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ഉറപ്പായിട്ടും ക്ലിനിക്സ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് അധികം ഹോസ്പിറ്റൽ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ലെസ് ചാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിനിക്സ്, ഹോം കെയർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നഴ്സ്, ഹോട്ടൽ നഴ്സ്, അങ്ങനത്തെ ഫീൽഡിൽ അങ്ങനത്തെ കാറ്റഗറിയിലൊക്കെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അറ്റ് എ ടൈം നിങ്ങൾ ഹോസ്പിറ്റലും ട്രൈ ചെയ്യുക. മേ ബി നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നല്ല ഗുഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രിട്ടിക്കൽ ഏരിയകളിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈമിൽ തന്നെ ഹോസ്പിറ്റലിലും അപ്ലൈ ചെയ്യുക. ആ സമയത്ത് ക്ലിനിക്കിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ ക്ലിനിക്കുകളുണ്ട്, ഡെൻ്റൽ ഉണ്ട്, അസ്തറ്റിക് ഉണ്ട്, ഡെർമ ഉണ്ട്, അല്ലാണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്കുകളുണ്ട്, അസ്റ്റർ, പ്രൈം, മെഡിക്കെയർ, മെഡിയൂർ, അങ്ങനെ കുറേ സ്മാൾ ക്ലിനിക്കുകളും ഉണ്ട്. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, GNMസിനെ എടുക്കുന്നുണ്ട്. OPDയിൽ, അതായത് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കുന്നുണ്ട്, അല്ലാണ്ട് തന്നെ എടുക്കുന്നുണ്ട് GNMസിന്, അങ്ങനത്തെ കാറ്റഗറി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ ഇതിലേക്ക് ഫോക്കസ് കൊടുത്തിട്ട് അതിലേക്ക് മോറായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോയിട്ട് എല്ലായിടത്തും CV കൊടുക്കാനായിട്ട് മാക്സിമം നോക്കുക. നിങ്ങൾക്ക് സൈറ്റോ കാര്യങ്ങളോ അറിയണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ജോബ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അയച്ചു കൊടുക്കുന്ന മെയിൽ IDസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. അതുമാത്രം പോലെ നിങ്ങൾ നടന്നു പോയിട്ടും കൂടി അന്വേഷിക്കുക. അപ്പോൾ GNMസിന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എങ്ങനെയാണോ ട്രൈ ചെയ്യുന്നത് അതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും GNMസിന് വേക്കൻസി കിട്ടും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മോർ സാലറി കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു മാക്സിമം ഒരു 5000 ഉള്ളിലൊരു സാലറി കിട്ടുള്ളൂ GNMസിന്. പിന്നെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇൻഡീഡ് ഉണ്ട്, ലിങ്കൻഡ് ഉണ്ട്, അതുപോലെ തന്നെ നാക്കുറി ഗൾഫ്, അതുപോലെ ദുബായ് കരിയർ, അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കുറേ സൈറ്റുകളുണ്ട്. ഇപ്പോൾ മെഡിക്ലിനിക്കിൻ്റെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, മെഡിക്ലിനിക്കിൻ്റെ ആപ്പ്. നിങ്ങൾക്ക് ഇതെല്ലാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഓരോന്ന് ചോദിക്കും. അതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നല്ല CV ഉണ്ടാക്കി അത് നിങ്ങൾ അപ്ഡേറ്റ് ഇട്ടുകഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ജോബ് ഓഫർ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താക്കാൻ പറ്റും, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ആ സൈറ്റുകൾ, മെയിൻ ആയിട്ടുള്ള സൈറ്റുകൾ. പിന്നെ അസ്റ്ററിൻ്റെ ആണെങ്കിലും അസ്റ്ററിൻ്റെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ഇൻഡീഡിൽ നിങ്ങൾക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്താൽ തന്നെ ഇൻഡീഡിൽ കുറേ വേക്കൻസി വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ്റിലടക്കം ഇൻഡീഡിൽ പോസ്റ്റ് അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ മാക്സിമം ഞാൻ പറയുന്നത് നാട്ടിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നിങ്ങൾ വൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യു എയിലേക്ക് വരാൻ നോക്കുക. വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ. അതാണ് മോർ ചാൻസ് കിട്ടുള്ളൂ. നാട്ടിൽ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരും തന്നെ വിളിക്കില്ല. നിങ്ങൾ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്, യു എയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചാൻസ് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫ്രഷറിന് കിട്ടുമെന്നുള്ളത്, GNM ഫ്രഷറിനുള്ളത്. GNM ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്രഷറിന് GNMസിന് കിട്ടില്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓൾറെഡി GNMസിന് എടുക്കുന്നില്ല. GNM എന്ന് പറയുന്നത് തന്നെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ക്ലിനിക്ക്, ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെയൊക്കെ GNMസിന് എടുക്കുന്നുള്ളൂ. അതും വെരി ലെസ് സാലറി. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം 5,000 സാലറിയിലാണ് GNMസിനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഫ്രഷർ ആയിട്ടുള്ളത്, അതായത് നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മോർ ചാൻസ് കൂടുതലായിരിക്കും GNMസിന് കേട്ടോ. അല്ലാണ്ട് ഇന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഒരു 50-50 ചാൻസേ ഉണ്ടാവുള്ളൂ GNM ഫ്രഷേഴ്സിനാണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വന്ന് അപ്ലൈ ചെയ്യണതിനെ കുറിച്ചിട്ടോ, അതെങ്ങനെ ചെയ്യും, എങ്ങനെയൊക്കെ, ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെയാണ് ക്ലിനിക്സ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. ഞാൻ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതായത് ഇന്ന സ്ഥലത്താണ് നിങ്ങൾ പോകേണ്ടത്, ഇങ്ങനത്തെ ഗൈഡ് ലൈനാണ് വേണ്ടത്, ഇവിടെ പോയി കഴിഞ്ഞിട്ട് എങ്ങനെ കൊടുക്കാം, അങ്ങനത്തെ ഗൈഡ് ലൈനോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് എന്തൊക്കെ ക്ലിനിക്കുകളാണ് ഉള്ളത്, അവിടെ എങ്ങനെ പോകേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വൈസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മച്ച് മോർ ഈസി ആയിരിക്കും അവിടെ പോയിട്ട് എങ്ങനെ പോകണം, അവിടെ എങ്ങനെ ചെന്നിട്ട് എന്ത് ചെയ്യാം, കൊടുക്കണം എന്നുള്ളതും, പിന്നെ ഏതൊക്കെ ഏരിയകളിലാണ് ക്ലിനിക്സ് കുറേ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ GNM ഫ്രഷേഴ്സിനെ കുറിച്ചോ GNM വാക്കൻസിനെ കുറിച്ചോ അല്ല എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ മോർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യാം, എവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പം ഇനി ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.